ഇതിനകത്ത് ഈ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ അടൂർ പ്രകാശിന് വേണ്ടി വലിയ തോതിൽ സഹായം ചെയ്തു എന്ന രീതിയിൽ ബിജെപിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ സെക്രട്ടറി തന്നെ വലിയ തോതിൽ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. അത് രാഷ്ട്രീയപരമായി ഇപ്പോൾ ചർച്ചയായി വരുന്നുണ്ട്. അപ്പോൾ ഇത് പരസ്യമായി തന്നെ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ വരികയാണ്. ഇത് ഒരു സ്ഥലത്ത് മാത്രമാണെന്ന് നിങ്ങൾ ധരിക്കരുത്. ഇപ്പോൾ വന്നിട്ടുള്ളൊരു കാര്യം പ്രകടമായി പുറത്തു വന്നു. ബിജെപിയുടെ സംസ്ഥാന ഓഫീസിൽ പ്രവർത്തിക്കുന്ന ജയരാജ് കൈമൾ അദ്ദേഹമാണ് വലിയ പണം വാങ്ങിയും വിതരണം നടത്തിയും ഈ കോൺഗ്രസിൻ്റെ വോട്ട് ബിജെപിയുടെ വോട്ട് മറിച്ച് കോൺഗ്രസിന് കൊടുത്തത്. വൻതോതിൽ പണമാണ്. അങ്ങനെയാണ് കോൺഗ്രസ് ജയിച്ചു വരുന്നത്. ഇങ്ങനെ ഒരു പാർട്ടി നമ്മുടെ നാടിൻ്റെ ജനാധിപത്യ ബോധത്തിന് തന്നെ അവമാനമല്ലേ? ഇതൊരു സ്ഥലത്ത് മാത്രമല്ല, അവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നിലപാടാണിത്. അതുകൊണ്ട് ഇത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാനൊരവസരമുണ്ടായി. ആ പണം വാങ്ങുകയും കൊടുക്കുകയും ചെയ്തവർ, വോട്ട് മറിച്ചു കൊടുത്തവർ, ബിജെപിയെ കോൺഗ്രസിനെ ജയിപ്പിച്ചവർ, ബിജെപി കോൺഗ്രസിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രവൃത്തികൾ എല്ലാം ഓരോ ദിവസം കഴിയും തോറും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി കോൺഗ്രസ്സിന് തലയിൽ മുണ്ടിട്ടിട്ട് മാത്രമേ നാട്ടിൽ നടക്കാൻ പറ്റൂ. അവർ ആ സ്ഥലത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നമ്മുടെ ജനാധിപത്യ ബോധത്തിൻ്റെയും മതനിരപേക്ഷത ബോധത്തിൻ്റെയും പ്രശ്നമാണ്. എങ്ങനെയെങ്കിലും കുറേ വോട്ട് നേടി ജയിച്ചവരിലാണോ രാഷ്ട്രീയം? കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് എത്രമാത്രം തെറ്റാണ്. അത് ന്യൂനപക്ഷങ്ങൾക്ക് പോലും അപമാനകരമായ സാഹചര്യമല്ലേ വരുത്തി വെക്കുന്നത്? അത് ഇവിടെ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം ചെറുതാണോ? ഇവിടെ SDPI പോലുള്ളൊരു തീവ്രവാദ സംഘടനയുമായിട്ട് ഐക്യമുണ്ടാക്കുകയാണ് കോൺഗ്രസ്. കോൺഗ്രസിനകത്തുള്ള മതേതരവാദികൾ ഗാന്ധിയന്മാർ ചിന്തിക്കണം, എവിടത്തേക്കാണ് കോൺഗ്രസ് പോകുന്നത്? നിങ്ങൾ കോൺഗ്രസ്സിന് തന്നെ വോട്ട് ചെയ്യണോ? കോൺഗ്രസിനകത്തുള്ള മതേതരവാദികൾ ചിന്തിക്കണം. ഇത്തരമൊരു ഭീകരപ്രസ്ഥാനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാനുള്ള ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഗൗരവമുള്ള വിഷയമാണ്. ഞങ്ങൾ ഇടതുപക്ഷത്തിന് ഇങ്ങനെ പിന്തുണ പ്രഖ്യാപിക്കാനൊന്നും ഇത്തരത്തിൽ ഒരു സംഘടനകൾ ഞങ്ങൾ അഭിമന്യുവിനെ വെട്ടിക്കൊന്നവരില്ലേ? പിന്നെ നിങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ എന്ത്? അതിനാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞത്. RSSൻ്റെ വോട്ട് കൊണ്ടേ ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് ജയിക്കണമെന്നില്ല എന്ന് പറഞ്ഞതാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. അതാണ് ഇടതുപക്ഷത്തിൻ്റെ സംസ്കാരം, ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു, സംഘപരിവാർ അഴിഞ്ഞാടുന്നു, ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും തകർക്കപ്പെടുന്നു, പാർലമെൻറ്റ് ഡെമോക്രസിക്ക് നേരെ ആക്രമണം. സംസ്ഥാനത്ത് 2 സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിമാർ ജയിലിലാണ്. ഡൽഹിയിലെ 4 മന്ത്രിമാർ ജയിലിലാണ്. എന്ത് കുറ്റം ആരോപിച്ചിട്ടാ? എവിടെ എത്തി രാജ്യം? ഇങ്ങനെ അപകടകരമായൊരു സാഹചര്യം നേരിടുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യമാണ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ കൂടുതൽ കരുത്തും ശക്തിയും പകരുക, അതിലൂടെ മതനിരപേക്ഷതയും ജനാധിപത്യവും ഫെഡറൽ സംവിധാനങ്ങളും കാത്തു സൂക്ഷിക്കാൻ, ന്യൂനപക്ഷ സംരക്ഷണം, പിന്നോക്ക വിഭാഗങ്ങളുടെ സംരക്ഷണം, ദളിത് ജനങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ ഇടതുപക്ഷ സാന്നിധ്യം ഇന്ത്യയിൽ വർദ്ധിപ്പിച്ചെടുക്കുക. അതിനുവേണ്ടി ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇടതുപക്ഷത്തിൻ്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുക. ഈ ദൗത്യമാണ് കേരള ജനത ഇന്ന് നിർവഹിക്കേണ്ടത്.